ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ F-22 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലെ ഒവ്ദ എയർബേസിൽ എത്തിയിരുന്നു. അവിടെ എല്ലാം സജ്ജമാക്കി വെച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനായാലും കാനഡയായാലും മറ്റു രാജ്യങ്ങളൊക്കെ ഇറാനിൽ നിന്ന് അവരുടെ പൗരന്മാരോട് ഇറാൻ വിട്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതൊക്കെ എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. തങ്ങളുടെ ആകാശം ഇറാൻ ആക്രമിക്കാൻ വേണ്ടി നൽകില്ല എന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പലരും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ തന്നെ ബേസാക്കി ഇങ്ങനൊരു ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ തന്നെ അമേരിക്കയുടെ ഒരു പ്രതികരണവും നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. നാസർ, നമുക്ക് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വളരെ കുറഞ്ഞ വിവരങ്ങളാണെങ്കിൽ തന്നെയും അവിടെ തെഹ്റാനിൽ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ ആക്രമണം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആളപായമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചിത്രം, വ്യക്തമായിട്ടുള്ള നിരവധി അഗ്നിശമന സേനാ പിന്നെ അതിന്റെ യൂണിറ്റുകൾ തെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആർമി റേഡിയോയുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അടുത്ത ഘട്ട ആക്രമണം തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് രണ്ടാം തവണ നേരത്തെ നടന്നതിൽ ഏതാണ്ട് 12-ലധികം കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇപ്പോൾ രണ്ടാമത് ഘട്ടം കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇസ്രായേൽ ആർമി റേഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്ന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. പക്ഷേ തെഹ്റാനിൽ പലയിടങ്ങളിലായി വ്യോമാക്രമണം ഉണ്ടായി എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇതിൽ ഇസ്രായേൽ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ US സംയുക്ത ആക്രമണമാണ് തെഹ്റാനിൽ ഉണ്ടായത് എന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി, മാസങ്ങളായി അമേരിക്കയുടെ പടയൊരുക്കം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പക്ഷേ സമാന്തരമായി തന്നെ ഇറാൻ അമേരിക്ക ചർച്ചകൾ പല ഘട്ടങ്ങളിലായി നടന്നിരുന്നു. പക്ഷേ ചർച്ചകൾ എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഇതേ തുടർന്നാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയും അങ്ങനെ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തത്. അങ്ങനെ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ തന്നെയും ഇന്നിതാ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തെഹ്റാനിലെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്, ആളപായമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.